ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഷോപ്പിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു മലയാളി കടയുണ്ട്. അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടോട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത്. നമുക്ക് മലയാളി കടയിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് ഞാൻ പോണേ. അവിടെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അഫോറിയിലോട്ട് പോകാം. അഫോറി എന്നാണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ അങ്ങനെ 2 ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ചിട്ടില്ല നാട്ടിലുള്ള കാരണം കൊണ്ട്. പക്ഷേ എനിക്ക് അത്ര തണുപ്പായിട്ട് തോന്നണില്ല. കൈയൊക്കെ ഇത്തിരി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ബാക്കി എനിക്ക് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്പൊന്നും ഇടാതിരുന്നേ. അപ്പം നമുക്ക് അഫോറിയിലോട്ട് പോയിട്ട് വരാം കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാമേ. 2 മെട്രോ കയറിയാലാണ് അഫോറിയിലോട്ട് എത്തുക. ആദ്യം ഞാനൊരു മെട്രോ കയറി യെല്ലോ ലൈനിലെത്തി. ഇനി നമ്മൾ ദോമോ എന്ന് പറയുന്ന യെല്ലോ ലൈനിലുള്ള സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഇനി അഫോറിയിലോട്ട് പോകുക. അത് ഇത്തിരി നീണ്ട യാത്രയാണ് കേട്ടോ. ഈ അഫോറി എന്ന് പറയുന്ന സ്ഥലം മിലാൻ പോലെയല്ല കേട്ടോ. മൊത്തത്തിൽ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളാണെങ്കിലും. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ വെയിൽ കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറച്ചൊക്കെ ഭംഗിയുണ്ട്. എനിക്ക് പോകേണ്ട കട നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ആ കാണുന്നതാണ് കേട്ടോ എനിക്ക് പോകേണ്ട കട. ഫ്ലൈ മാർട്ട്. ഇതാണ് ഇവിടുത്തെ മലയാളി ഷോപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങൾ ആവശ്യത്തിന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഞാൻ കണ്ണിക്ക് വെയിലടിച്ചിട്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്ലൈ മാർട്ടിൻ്റെ അവിടെ എത്തി. എനിക്ക് ആക്ച്വലി ഓൺ വോയിസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എല്ലാവരും നോക്കുമെന്നൊരു ഡൗട്ടിൽ ഞാൻ വീഡിയോ അങ്ങനെ എടുക്കാതിരിക്കുക. മാക്സിമം ഞാൻ ഓൺ വോയിസ് തന്നെ ആക്കാൻ നോക്കാം. അതാണ് ആക്ച്വലി എളുപ്പം. പിന്നീട് വോയിസ് ഓവർ ചെയ്യാനായിട്ടും കംഫർട്ടബിൾ ഓൺ വോയിസിൽ തന്നെ പറയുന്നതാണ്. പിന്നെ നാട്ടിലത്തെ പോലെ ഇവിടെ അങ്ങനെ ആരും നമ്മളെ നോക്കൊന്നുമില്ല. എന്നാലും ഒരു തടസ്സം നമുക്കിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഫ്ലൈ മാർട്ടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമുക്ക് കടയ്ക്ക് കയറാം കേട്ടോ. മലയാളി സാധനങ്ങൾ കണ്ടപ്പോൾ ആന കരിമ്പും കാട്ടി കയറിയ പോലെ എല്ലാം എടുക്കുന്ന ധൃതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ എത്തിയെടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറച്ച് മല്ലിയില, ബസ്മതി, സോയ സോസ്, പിന്നെ പരിപ്പ്, അങ്ങനെ ഒരുവിധ ഐറ്റംസൊക്കെ മേടിച്ചു. കാരണം വരുന്ന വീട്ടിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു. 20 യൂറോയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. നാട്ടിലെ ഒരുവിധ സാധനങ്ങൾ ആ കടയിൽ കണ്ടു. എനിക്ക് നേന്ത്രക്കായ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ അരിയും ഗോതമ്പ് പൊടി, പരിപ്പ്, മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ മേടിച്ചായിരുന്നു. ഇനി ഞങ്ങളടുത്തതൊരു കാർണിവൽ അല്ലെങ്കിൽ ഒരു ഫെയർ പോലെ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാവേ. അപ്പോൾ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാണ്. എനിക്കിനി ഒരു ഫെയറിൽ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ ആ ഫെയറിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് റെഡി ആയിട്ട് നിൽക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റില്ല. സാധനങ്ങൾ കൊണ്ട് ഇറക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് ഫെയർ കാണാൻ പോകാം. ഓക്കെ, വീടെത്തിയിട്ട് എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ടേക്ക് പോവാം. കണ്ടോ, ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇവിടെ മാവായിട്ട് കിട്ടിയില്ല, ഇതുപോലെ പൊടിയായിട്ട് കിട്ടിയത്. ഓക്കെ, ഞാൻ വേഗം എന്തായാലും കടയ്ക്ക് പോയിട്ട് വരാം. ഇപ്പോൾ തണുപ്പ് ഇത്തിരി കുറവുണ്ട്. ടെമ്പറേച്ചർ എനിക്ക് തോന്നുന്നു ഒരു 10-14 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്.
അപ്പം നമ്മൾ ഇനി അടുത്തത് ഇവിടെ അടുത്ത് ഒരു 5-6 സ്റ്റോപ്പ് അപ്പുറത്താണ് പോണേ. അവിടെയാണ് നമ്മളുടെ ഫെയർ നടക്കണം. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഓപ്പൺ മാർക്കറ്റ് ആണെന്നാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അതൊരു കാർണിവൽ പോലെയാണെന്നാണ്. എന്തായാലും നമുക്ക് പോയിട്ട് മനസ്സിലാക്കാം കേട്ടോ. എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ട് തണുപ്പ് വരുമ്പോൾ. അത് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് സ്പീഡിൽ നടന്നായിരുന്നു. അത് കാരണം കൊണ്ട് കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട്, അതായത് മിലാൻ കുറച്ചുകൂടി സിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതേപോലെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ജെസാദി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് കേട്ടോ ഇത്തരം വ്യൂസൊക്കെ കൂടുതൽ കാണാൻ പറ്റിയത്. ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മിലാൻ പോലെയല്ല, മിലാൻ ഇത്രയും സിറ്റിയാണ്. പക്ഷേ ഇത് സിറ്റി അല്ല, ഒരു ഗ്രാമീണ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ മെട്രോയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡാർക്കായിട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇത് മെട്രോയിൽ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ലേക്സും റിവേഴ്സും അതേപോലെ കുറേ ഫീൽഡ്സ് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മളിവിടെ കുറച്ച് നേരം നിന്നു. എന്താ ഇവിടെ പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. മാർക്കറ്റ് ഞാൻ തോന്നുന്നുണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സ് ഇറ്റാലിയൻസ് ആയത് കാരണം കൊണ്ട് അവരുടെ ഇറ്റാലിയൻ ബുക്കൊക്കെ ഒന്ന് നോക്കുകയാണ്. എനിക്ക് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കാൻ പോയില്ല. അങ്ങനെ ഒടുവിൽ നമ്മൾ നടന്ന് കാർണിവലിൻ്റെ അടുത്ത് എത്തി. നമ്മൾ നല്ല വിശന്നിട്ടാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവച്ചിട്ടുള്ളത് സ്വീറ്റ്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി നടന്നു. അങ്ങനെ അതെ 11 യൂറോയാണ് കേട്ടോ എനിക്കായത്. അപ്പോൾ ഞാൻ മേടിച്ചത് ഒരു പനീനി എന്നാന്ന് തോന്നുന്നുണ്ട് പറയണേ, മറന്നുപോയി. ഫില്ല് ചെയ്തു. എനിക്ക് ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റാണ്. ഞാനൊരു പോർക്ക് ഫ്രൈസും ഫില്ല് ചെയ്തൊരു ബ്രെഡാണ് പറഞ്ഞത്. തോന്നുന്നു ഇവരാണ് പറഞ്ഞത്, എനിക്കറിയില്ല. പിന്നെ ഒരു 0 ഷുഗറിൻ്റെ ഒരു കൊക്കക്കോളയും പറഞ്ഞിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നോക്കാൻ ടേസ്റ്റ് ഇതാണ് കേട്ടോ സംഭവം. ഞാൻ ഇതിൻ്റെ ഒപ്പം ഫ്രൈഡ് ഓണിയൻസും അതേപോലെ പോമദോറോ, അതായത് തക്കാളി, ഉണക്കിയ തക്കാളിയും കൂടെ മേടിച്ചായിരുന്നു. എല്ലാം കൂടെയുള്ള ഫില്ലിങ്സ് വേറെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ തനത് ഫ്ലേവേഴ്സ് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ആ ബന്ന് ഭയങ്കര വലിപ്പമുള്ള കാരണം കൊണ്ട് എനിക്ക് മുഴുവൻ കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ പയ്യെ അവസാനമൊക്കെ ആയപ്പോൾ ബന്ന് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത്യാവശ്യം നല്ല ഫില്ലിങ്ങാണ്. രാത്രി വന്നിട്ട് എനിക്ക് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മുന്നേ കണ്ട കാട്ടുപന്നി മാനക ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ അടുത്ത് പോയത് ഈ ഒരു സ്കാർഫിൻ്റെ വിൽക്കുന്ന ചേട്ടൻ്റെ അടുത്താട്ടോ. ആൾ ഇന്ത്യയിലേക്കൊക്കെ വന്ന കഥയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റല് ഇതൊരു പഴയ ഹോസ്പിറ്റലാണെന്നാട്ടോ പറഞ്ഞ്. കാണുമ്പോൾ ഒരു പ്രേത വീട് പോലെ ഉണ്ടെങ്കിലും സംഭവം ഒരു പഴയ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ അധികം ആരും അവിടെ വരാത്ത കാരണം കൊണ്ട് ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയൊക്കെയാണ്. നല്ല ഏരിയ ആണ് കേട്ടോ ഇതിൻ്റെ. ഒരുപാട് പേര് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഞങ്ങൾ പോണില്ല, കാരണം മടിയാണ്. അത്യാവശ്യം നടന്നായിരുന്നു. ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നോക്കുകയാണ്.
ഭാഗത്തു നിന്ന് ഇറങ്ങി ഈ ഒരു ലേക്കിൻ്റെ അടുത്തോട്ട് വന്നു. നല്ല സമാധാനമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി ഭംഗി രാത്രി ആകുമ്പോഴാണ് എനിക്ക് തോന്നി. കാരണം ഇത് മാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കത്തിക്കിടക്കാത്തതുകൊണ്ട് ഒരു കുറവുണ്ടായിരുന്നു. ഇത് വഴിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ചുമ്മാ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ എടുത്തതാ. ക്രിസ്മസിനൊക്കെ ഇത് ഉപയോഗിക്കണ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. എൻ്റെ ഫോണിൽ ചാർജില്ല, അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് മെട്രോ കയറണം കേട്ടോ. ആദ്യത്തെ മെട്രോ കയറി ചേഞ്ച് ചെയ്ത് അടുത്ത മെട്രോ കയറണം. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം കാണാം. ഹലോ, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. വീഡിയോസ് എത്ര കൊണ്ട് ക്ലാരിറ്റിയിൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഫോൺ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഓൺ വോയിസ് വീഡിയോസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, അറിയില്ല. അപ്പോൾ ഇതെല്ലാം കമ്പയർ ചെയ്ത് വരുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കേരള സ്റ്റോറി പോയപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ അതിപ്പോൾ ഞാൻ ആക്ച്വലി എടുത്തു വെച്ചു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന്. ഞാൻ ഈ ഒരു ദോശ ബാറ്ററല്ല, ഈ ഒരു പൗഡർ, ഇത് മിക്സ് ചെയ്യുക നമ്മൾ വെള്ളവും തൈരുമായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് പറയണത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കി വെക്കാം. അതേപോലെ തന്നെ ഞാൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ക്യാപ്പും അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, ക്യാപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഞാൻ എല്ലായിടത്തും പോയപ്പോൾ എനിക്ക് 25 യൂറോയ്ക്ക് താഴെ കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഫൈനലി ഒരു കടയിൽ നിന്ന് എനിക്കിത് 5 യൂറോയ്ക്ക് കിട്ടി. ഞാനിതിൻ്റെ സ്പെഷ്യാലിറ്റി കാണിച്ചു തരാമേ. ഇതാണ് കേട്ടോ ആ ക്യാപ്പ്. എനിക്കിത് കണ്ടപ്പോൾ ഇതിലത്തെ ഈ ഒരു സംഭവം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ഇങ്ങനത്തെ ഇവിടെ ഒരുപാട് പേര് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു വൈബ് തോന്നി കാരണം കൊണ്ട് മേടിച്ചാണ്. 5 യൂറോ ആയതുകൊണ്ടാണ് കേട്ടോ മേടിച്ചത്. 25 യൂറോയ്ക്കുള്ളത് ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് വേണം താനും, അതുകൊണ്ട് 5 യൂറോയ്ക്ക് കിട്ടിയപ്പോൾ മേടിച്ചു. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ മലയാളി സ്റ്റോറിൽ നിന്ന് ഇതേപോലെ പരിപ്പ് മേടിച്ചായിരുന്നു, മല്ലിയില മേടിച്ചായിരുന്നു, ചക്കി ഫ്രഷ് ആട്ട മേടിച്ചു. പിന്നെ കുറച്ച് ഐറ്റംസ് മേടിച്ചു. ഞാൻ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.